ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതുതന്നെയാണ് അവസ്ഥ. രാവിലെ മുതൽ നേതാക്കൾ ഓരോരുത്തരായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. പ്രമുഖ നേതാക്കളടക്കം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമൊക്കെ. ശ്രീകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് കോൺഗ്രസിൽ പുതിയ കാര്യമല്ല. ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. ഒരു പൊട്ടിത്തെറി എന്നൊന്നും അതിനെ പറയണ്ട. താഴെത്തട്ടിൽ യാതൊരു തരത്തിലുമുള്ള വികാരം ഈ DCC പട്ടികയ്ക്കെതിരെ ഇല്ല. നേതാക്കളുടെ അഭിപ്രായം അവർ പറഞ്ഞു പോകും. അത് കോൺഗ്രസിൽ പതിവാണ്. അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു തർക്കം മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ തൽക്കാലം? അങ്ങനെ ശ്രീകുമാറിന്റെ അഭിപ്രായത്തോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എങ്കിൽ പോലും ഈ വിഷയത്തില് അദ്ദേഹം കാണുന്ന അത്രയും നിസ്സാരമായിട്ട് അത്രയും ലളിതവൽക്കരിക്കുക എത്രത്തോളം ശരിയാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തന്നെയാണ്. സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പ്രതികരിക്കാറുണ്ട്. അദ്ദേഹം പ്രതികരിക്കുമ്പോൾ വളരെ സമയത്തോടുകൂടി വളരെ മൈൽഡായിട്ട് ഏറ്റവും വേദനിപ്പിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സാധാരണഗതിയിൽ പ്രതികരിക്കുക. മാത്രമല്ല അളന്നു മുറിച്ച് ഓരോന്നും അല്ലെങ്കിൽ വളരെ വളരെ ആലോചിച്ചുറപ്പിച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? നമ്മളതൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. ഒന്ന്, VD സതീശന്റെയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരാലോചന ഉണ്ടായില്ല, അല്ലെങ്കിൽ ചർച്ച ഉണ്ടായില്ല. ആ ചർച്ച ഉണ്ടാകുകയും അങ്ങനെ കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചായിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പാനൽ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിക്കാമായിരുന്നു. അങ്ങനെ സമർപ്പിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഭേദപ്പെട്ട ഈ അവസാന നിമിഷത്തിലെ സങ്കീർണതയും തിരുത്തലും ഒന്നുമില്ലാതെ വളരെ കുറച്ചുകൂടി സുതാര്യമായി കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പട്ടിക, DCC അധ്യക്ഷന്മാരുടെ ഒരു പട്ടിക പുറത്തിറക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ആയിരുന്നില്ല. മാത്രമല്ല, രണ്ടാമത്തെ ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് എന്താണ്? നടക്കാത്ത ചർച്ച നടത്തി എന്ന് പറയുകയും അത് പറയുക മാത്രമല്ല അങ്ങനെ നടന്നു എന്ന് കേന്ദ്ര നേതൃത്വത്തെ, അത് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ അങ്ങനെ ധരിപ്പിക്കുകയും ചെയ്തു. അത് ചെറിയൊരു ആരോപണമല്ല. യഥാർത്ഥത്തിൽ ചർച്ച നടക്കാതിരിക്കുകയും എന്നാൽ ചർച്ച നടന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കുകയും ചെയ്തു. അത് അദ്ദേഹം ഉന്നയിക്കുന്നത്, ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ ഉന്നയിക്കുന്നത് വളരെ ഗൗരവമായ ഒരു ആരോപണമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ആരോപണത്തെ കുറച്ചെങ്കിലും ദേശീയ നേതൃത്വം ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കാവുന്ന ഒരു പരിണാമം ഉണ്ടാകുകയും ചെയ്തു. ഇന്നലെ നമ്മൾ പുറത്തു വന്ന ആ പട്ടികയിൽ നിന്ന് 3 പേര്, ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ തട്ടകത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച ബാബു പ്രസാദ് തന്നെ DCC പ്രസിഡന്റായി വരുന്നു. അതുപോലെ കോട്ടയം ജില്ലയിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ കോട്ടയത്ത് ഫിൽസന് പകരം അവിടെ നാട്ടകം സുരേഷ് DCC പ്രസിഡന്റ് ആകും. ഇടുക്കിയിലാകട്ടെ അശോകൻ എന്ന് പറയുന്ന ആളിന് പകരം അവിടെ മാത്യു DCC പ്രസിഡന്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രണ്ട് നേതാക്കളുമായി ശ്രീമതി സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ശ്രീ VD സതീശനും K സുധാകരനും അടക്കമുള്ള ആളുകൾ ആലോചിച്ച് മുന്നോട്ട് വെച്ച 3 നിർണായക പേരുകൾ നീക്കം ചെയ്യപ്പെടുന്നു. പകരം ഇവർക്ക് സ്വീകാര്യരായ ആളുകൾ വരുന്നു. അപ്പൊ ഇവർ മുന്നോട്ട് വെച്ച ആ ആരോപണത്തെ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ ഏറെക്കുറെ സാധൂകരിക്കുന്നു, AICC അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതുപോലെ തന്നെ എന്നിട്ടും അവർ തൃപ്തരല്ല എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ബാബു പ്രസാദിനെ വെച്ചു. കോട്ടയത്ത് നാട്ടകം സുരേഷ് എന്ന് പറഞ്ഞ ആളെ വെച്ചു. ഇവർ പറഞ്ഞ കാര്യം അവസാന നിമിഷം 3-4 ജില്ലകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും തങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല. അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ നേരത്തെ 7-7 വീതിച്ചെടുക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെ. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങളോടുകൂടി സംസാരിച്ചു എന്ന് പറയുകയാണ് സതീശൻ. രഞ്ജിത്ത്, അതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുന്ന ആരോപണം ഒരു പരിധി വരെ സത്യമാണ്. കാരണം K സുധാകരൻ തന്നെ ഇന്ന് സംബന്ധിച്ചു ചർച്ച നടത്തി, 2 തവണ ചർച്ച നടത്തിയിരുന്നു. ഈ 2 തവണയിൽ ഉമ്മൻചാണ്ടി പട്ടിക കൊടുത്തു, പക്ഷെ രമേശ് ചെന്നിത്തല പട്ടിക നൽകിയില്ല. അതിനുശേഷം ഡൽഹിയിലേക്ക് പോയി, ഡൽഹിയിൽ നിന്നും മടങ്ങി വന്ന് വീണ്ടും വിശദമായ ചർച്ച നടത്താമെന്ന് സുധാകരൻ താൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ചർച്ച നടത്താമെന്ന് പറഞ്ഞ ഒരു ചർച്ച നടന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ട് അതും പറയുന്നു. അത് 2 സത്യമാണ്.
പക്ഷെ അതിനകത്ത് കെ സുധാകരൻ ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ ആരോപണത്തിനും രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്കും കെ സുധാകരൻ ഉന്നയിക്കുന്ന മുമ്പോട്ട് വെക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ന്യായീകരണം, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം, ആ ചോദ്യം ഇതാണ്: ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പുനഃസംഘടനകൾ നടക്കുമ്പോൾ DCC ഭാരവാഹികളുടെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലായാലും ശരി, ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എത്രത്തോളം വലിയ അളവിൽ ചർച്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച നടത്തിയിട്ടാണോ സാധാരണഗതിയിൽ തീരുമാനം എടുക്കുക? അപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. മറിച്ച് അദ്ദേഹം അതിന് പറയുന്നു, ഞങ്ങൾ എല്ലാ തലത്തിലും ചർച്ച നടത്തി. രാഷ്ട്രീയകാര്യ സമിതിയായിട്ട് ഒരു ഫുൾ ഡേ ചർച്ച നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ MLA-മാരെ ഉൾപ്പെട്ട ചർച്ച നടന്നിട്ടുണ്ട്. ഓരോ ജില്ലയിലുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. MP-മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രമുഖ നേതാക്കളുമായി എല്ലാം കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ വിശാലമായ അർത്ഥത്തിൽ ഒരു ആശയവിനിമയം നടത്തി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പൾസ് ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ DCC ഭാരവാഹിത്വത്തിലേക്ക് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത്. അത് മുഴുവൻ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് കൂടി കെ സുധാകരൻ പറയുന്നു. PD സതീശനും ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. തീർച്ചയായും തിരിച്ചു വരാം പ്രധാനപ്പെട്ട രണ്ട് അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.